ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. അപ്പൊ നിങ്ങൾ തംബ്നെയിൽ കണ്ടിട്ട് വന്നതുപോലെ തന്നെ ഒരു ശുഭകരമായിട്ടുള്ള വാർത്തയാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. എന്താണ്? നമ്മുടെ യൂണിവേഴ്സിറ്റി LGSന്റെ ഷോർട്ട് ലിസ്റ്റ് PSC പ്രസിദ്ധീകരിച്ചു അല്ലെ? അപ്പോൾ ഒരുപാട് പ്രതിസന്ധികളിലൂടെയും അതുപോലെ സംശയപരമായിട്ടുള്ള ഒരുപാട് ഘട്ടം ഈ ഒരു ലിസ്റ്റിനെ കുറിച്ച് നമുക്ക് ഉണ്ടായിരുന്നു. പലപ്പോഴും കോടതിയിലെ കേസ് വരെ പോയിട്ടുണ്ടായിരുന്നു, പ്രസിദ്ധീകരിക്കുവോ എന്ന് നമുക്ക് സംശയം വരെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്ന ഒരു ലിസ്റ്റ് ആയിരുന്നു. എന്തായിരുന്നാലും നമ്മുടെ സംശയങ്ങൾക്കും അതുപോലെ തന്നെ നമ്മുടെ ആ ഒരു ടെൻഷനും ഒക്കെ വിരാമം കുറിച്ചുകൊണ്ട് യൂണിവേഴ്സിറ്റി LGSന്റെ ഒരു ഷോർട്ട് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചു. അപ്പോൾ ഈ ഒരു ഷോർട്ട് ലിസ്റ്റിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള PDF നമ്മുടെ എൻട്രിയുടെ ടെലഗ്രാം ചാനലിൽ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. അപ്പോൾ പരീക്ഷ എഴുതിയിട്ടുള്ള എല്ലാവരും ആ ഒരു PDF ചെക്ക് ചെയ്ത് നോക്കുക. നിങ്ങൾ ആ ലിസ്റ്റിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളത് ഉറപ്പ് വരുത്തുക കേട്ടോ. അപ്പോൾ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചെക്ക് ചെയ്തു, ഉൾപ്പെട്ടു, ഞാൻ ഈ ഒരു റാങ്ക് ലിസ്റ്റിലുണ്ട്, ആ ഒരു മെയിൻ ലിസ്റ്റ് അല്ലെങ്കിൽ ഈ ഒരു ഷോർട്ട് ലിസ്റ്റിലുണ്ട് എന്നുള്ളവർ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക, ആ വിവരം ഞങ്ങളെ അറിയിക്കുക. മാത്രമല്ല അവർക്ക് അഭിനന്ദനങ്ങൾ പറയുവാണ് കേട്ടോ. കാരണം എന്താ, നിങ്ങളുടെ ഈ ഒരു സ്വപ്ന സാക്ഷാത്കാരത്തിലേക്ക് ഇനി കുറച്ച് പടികൾ മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ ഒരു എക്സാം നോട്ടിഫിക്കേഷൻ വന്ന് അതിന്റെ പരീക്ഷ കഴിയും വരെയുള്ള സമയം എന്ന് പറയുന്ന വളരെ ടെൻഷൻ അല്ലെങ്കിൽ പ്രഷറുള്ള സമയമാണ് അല്ലെ. പിന്നീട് അങ്ങോട്ട് ഷോർട്ട് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ച് കഴിയുമ്പോൾ പിന്നീട് ആ ഒരു നമ്മുടെ ലക്ഷ്യത്തിലേക്കുള്ള ആ ഒരു പ്രോസസ്സ് അല്ലെങ്കിൽ അത്രയും ഒരു പടികൾ എന്ത് ചെയ്യുവാണ്, കുറയുവാണ് അല്ലെ. അപ്പൊ എന്തായാലും ആ ഒരു പ്രോസസ്സ് അല്ലെങ്കിൽ ഷോർട്ട് ലിസ്റ്റിൽ ഉൾപ്പെട്ടവർക്ക് ഉടനെ തന്നെ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള മറ്റു കാര്യങ്ങൾ ഉണ്ടായിരിക്കും. ഓക്കെ, ശരി. അപ്പൊ നമുക്ക് ഈ ഒരു ഷോർട്ട് ലിസ്റ്റ് ഒന്ന് നോക്കുവാണെങ്കിൽ കട്ട് ഓഫ് 81 കേട്ടോ. യൂണിവേഴ്സിറ്റി LGSന്റെ ഷോർട്ട് ലിസ്റ്റിലെ കട്ട് ഓഫ് 81. കാരണം എന്താ നിങ്ങൾക്കറിയാം, ഈ പരീക്ഷ താരതമ്യേന കുറച്ച് ഈസി ആയിരുന്നു അല്ലെ. പരീക്ഷ എഴുതിയിട്ടുള്ളവർക്കറിയാം കുറച്ച് ഈസി ആയിരുന്നു. അപ്പൊ തന്നെ നമുക്കൊരു ഊഹം ഉണ്ടായിരുന്നു 81 വരാൻ ചാൻസ് ഉണ്ട് അല്ലെ, അത്രയും വരാനായിട്ട് അല്ലെങ്കിൽ ഇത്രയും ഒരു ഉയർന്ന കട്ട് ഓഫ് വരാൻ ചാൻസ് ഉണ്ട് എന്ന് എഴുതിയ കുട്ടികൾക്ക് ഒരു ഊഹം ഉണ്ടായിരുന്നു. മാത്രമല്ല ഈ ഒരു ഷോർട്ട് ലിസ്റ്റ് നോക്കിക്കഴിയുമ്പോൾ മെയിൻ ലിസ്റ്റിലേക്ക് വന്നിട്ടുള്ളത് ഉൾപ്പെട്ടിട്ടുള്ളത് 1099 പേരും സപ്ലിമെന്ററി ലിസ്റ്റിലേക്ക് വന്നിരിക്കുന്നത് 1178 പേരുമാണ് സപ്ലിമെന്ററി ലിസ്റ്റിലേക്ക് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും പേര് ഈ ഏകദേശം ഒരു വലിയ നമ്പറിനെ തന്നെ മെയിൻ ലിസ്റ്റിലേക്ക് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ ഇനി അടുത്ത പ്രോസസ്സിലേക്ക് നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യുക, ഒരുങ്ങിയിരിക്കുക, ലിസ്റ്റിൽ ഉൾപ്പെട്ടവർ കേട്ടോ. അപ്പൊ അതിന്റെ കാറ്റഗറി നമ്പർ കൂടി ഒന്ന് ഓർത്തു വെക്കുക. 697/2022 ഈ ഒരു യൂണിവേഴ്സിറ്റി LGSന്റെ കാറ്റഗറി നമ്പർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഏകദേശം ഒരു ധാരണ കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് വലിയ കാര്യങ്ങളൊന്നുമില്ല, ലിസ്റ്റിനകത്ത് നിങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് നോക്കുക. ഇനി ഉൾപ്പെടാത്തവർക്കായിട്ട് ചിലപ്പോൾ നന്നായിട്ട് ഞാൻ പഠിച്ചു അല്ലെങ്കിൽ എൻ്റെ എല്ലാ കാര്യങ്ങളും മാറ്റിവെച്ച് ഞാൻ ഈ പരീക്ഷയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്തു, പക്ഷെ എനിക്ക് ലിസ്റ്റിൽ ഉൾപ്പെടാനായിട്ട് സാധിച്ചില്ല എന്നാരെങ്കിലും വിഷമിച്ചിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓർക്കുക, ഇത് നിങ്ങളുടെ ഒന്നിൻ്റെയും അവസാനമല്ല. ഈ ലിസ്റ്റ് എന്ന് പറയുന്നത് ഒന്നിൻ്റെയും അവസാനമല്ല. സോ നിങ്ങൾ തളർന്നു പോകുന്നിടത്താണ് നമ്മുടെ തകർച്ച ആരംഭിക്കുന്നത്. അവിടെ നിങ്ങൾ എന്ത് ചെയ്യുക, എഴുന്നേറ്റ് മുന്നോട്ട് തന്നെ നടക്കുക. ഇനിയും നമുക്ക് പരീക്ഷകളുണ്ട്, ഇനിയും ഇതുപോലുള്ള നമുക്ക് അച്ചീവ് ചെയ്യാനായിട്ടുള്ള അവസരങ്ങളുണ്ട്. അപ്പോൾ തളർന്നു പോകരുത് ഒരിക്കലും. അപ്പോൾ രണ്ട് കൂട്ടരോടും ഒരുപോലെ തന്നെ രണ്ടുപേരെയും അഡ്രസ് ചെയ്ത് പറയുവാണ്, ജയിച്ചവര് അല്ലെങ്കിൽ ഈ ഒരു ലിസ്റ്റിൽ ഉൾപ്പെട്ടവര് അടുത്ത പടി ഇത് ഞാൻ സേഫായി എന്ന് പറഞ്ഞിരിക്കുന്നതിലുപരി ഇനിയും അനേകം കാര്യങ്ങൾ ചെയ്യാനുണ്ട് എന്നുള്ള ആ ഒരു ബോധ്യത്തോടെ ഇരിക്കുക. ഇനി ഉൾപ്പെടാത്തവരോടുകൂടി പറയുവാണ്, ഇത് അവസാനമല്ല. ഓക്കെ, അപ്പോൾ എന്തായിരുന്നാലും നമുക്കിനി ഒരുപാട് കാര്യങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചർച്ച ചെയ്യാനുണ്ട്. അപ്പോൾ നിങ്ങൾ റെഡിയല്ലേ? അപ്പൊ നിങ്ങളുടെ കൂടെ ഞങ്ങൾ ഉണ്ടായിരിക്കും. അപ്പോൾ കൂടുതൽ വിവരങ്ങൾക്കായിട്ട് എന്ത് ചെയ്യുക, നമുക്ക് താഴെ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഈ ഒരു വിജയമധുരം ഞങ്ങളുമായിട്ട് എന്ത് ചെയ്യുക, പങ്കുവെക്കാവുന്നതാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ താങ്ക് യു.